ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് SIT ചോദ്യം ചെയ്യുകയാണ്. രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ. അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു എന്നാണ് വിവരം. അതേസമയം SP S ശശിധരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തും പരിശോധന നടക്കുന്നുണ്ട്. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, നിർണായകമായ നടപടിയാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ചോദ്യം ചെയ്യലിൽ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. അറസ്റ്റിലേക്ക് കടക്കാനുള്ള ആലോചനയുമുണ്ട്. ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് മനീഷ് മഹിവാൽ? വിജിത്ത്, വളരെ നാടകീയമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. അതായത് സ്വാഭാവികമായും നൽകേണ്ട കസ്റ്റഡി അപേക്ഷയിൽ പാലിക്കേണ്ട നടപടികൾ പാലിച്ചില്ല എന്നാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ പറയുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് കസ്റ്റഡിയിലെടുത്താൽ പല നാടകീയതയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കാണിക്കും. കാരണം ദിവസങ്ങളായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ തന്നെ പോയതിൻ്റെയൊക്കെ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ബാംഗ്ലൂരിൽ ഒരു കൽപേഷ് എന്ന ആൾക്ക് ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ മോഷ്ടിച്ച സ്വർണം കൽപേഷ് എന്നൊരാൾക്ക് നൽകിയതായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തെളിവ് അന്വേഷണ സംഘം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അന്വേഷണ സംഘത്തിന് നാടകീയമായി മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് രാവിലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ മുഴുവൻ സമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടാൻ SITക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിനായിരുന്നില്ല. കാരണം ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും തെളിവ് നശിപ്പിക്കലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരീക്ഷണത്തിലായിരുന്നു. നിലവിൽ മണിക്കൂറുകൾ, അതായത് രാവിലെ കസ്റ്റഡി എടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടയ്ക്ക് എപ്പോഴോ പേരൂർക്കടയിലെ ADGPയുടെ ആസ്ഥാനത്ത് കൊണ്ടുവന്നിരുന്നു എന്ന വിവരം ലഭ്യമുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന ശേഷം പിന്നീട് ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തി അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറെ ഏറ്റവും നിർണായകമായ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഒരു 4 ദിവസങ്ങൾക്ക് ശേഷം ഇടക്കാല റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. കാരണം 6 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ പൂർണ്ണ റിപ്പോർട്ട് കൈമാറുന്നതിന് മുൻപ് തന്നെ 2 ആഴ്ചയ്ക്ക് എന്താണ് ഈ കേസിന്റെ അന്വേഷണ പുരോഗതി എന്ന് ഹൈക്കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അടക്കം കോടതിക്ക് കൈമാറേണ്ടതുണ്ട്. നിലവിൽ ദേവസ്വം വിജിലൻസിൻ്റേത് ആകെയുള്ളൊരു ചിത്രം മാത്രമാണ്. ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ ആളുകൾക്ക് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളുടെ ചിത്രം മാത്രമാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ എന്തൊക്കെ പങ്കുണ്ട്, അവർ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ആഘാതം അല്ലെങ്കിൽ അതിന്റെ ആഴം എത്രത്തോളമാണ്, പ്രത്യേകിച്ച് മുരാരി ബാബു അടക്കം ഈ കേസിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾക്ക് എന്താണ് അവർ നടത്തിയ മോഷണം, എന്താണ് അവർ നടത്തിയ ക്രൈം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ദേവസ്വം വിജിലൻസ് ഒരു സൂചന മാത്രമേ നൽകിയിട്ടുള്ളൂ. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ 3ഓ 4ഓ വട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. അത്തരം വിവരങ്ങൾ ശേഖരിച്ചു. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ തെളിവുകൾ സമാഹരിച്ചു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. SIT ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.